ലോക മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരതയുടെ ഓർമ്മകളാണ് ഓഗസ്റ്റ് 6-ഉം ഓഗസ്റ്റ് 9-ഉം നമ്മിൽ നിറയ്ക്കുന്നത്. അണുബോംബിൻ്റെ ഏറ്റവും ഭയാനകമായ മുഖം ഹിരോഷിമയിലും നാഗസാക്കിയിലും കണ്ട ദിവസങ്ങൾ. യുദ്ധത്തിൻ്റെ അതിഭീകരത മാനവരാശിയെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്ന ദിവസങ്ങൾ. 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്തിമഘട്ടത്തിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച ആ അണുബോംബ് ഇന്നും ഒരു തീരാ ദുഃഖമായി നമ്മുടെ മനസ്സുകളിൽ അവശേഷിക്കുന്നു. 1941 ഡിസംബർ 7-ന് അമേരിക്കൻ നാവിക സങ്കേതമായ പേൾ ഹാർബറും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസും ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. 1945 ജൂലൈ 6-ന് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനും മറ്റു സഖ്യ നേതാക്കളും പോട്സ്ഡാമിൽ സമ്മേളിച്ച് ജപ്പാനോട് കീഴടങ്ങുവാൻ ആവശ്യപ്പെട്ടു. അധികം വൈകാതെയായിരുന്നു ലോകം കണ്ട ആ കൊടും ക്രൂരതയുടെ അരങ്ങേറ്റം. 1945 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച പുലർച്ചെ ശാന്തസമുദ്രത്തിലെ മറിയാന ദ്വീപ സമൂഹത്തിലെ ടിനിയൻ ദ്വീപിൽ നിന്ന് എനോള ഗെ B-29 എന്ന അമേരിക്കൻ ബോംബർ വിമാനം 1500 മൈലുകൾക്കപ്പുറമുള്ള ജപ്പാനിലെ ഹോൺഷു ദ്വീപ് നഗരമായ ഹിരോഷിമയിലേക്ക് പറന്നു. വിമാനത്തിൻ്റെ ഉൾവശത്ത് 12 സൈനികരും പുറത്ത് ഒരു കൊളുത്തിൽ തൂങ്ങി സർവസംഹാരിയായ ലിറ്റിൽ ബോയ് എന്ന അണുബോംബും. ലക്ഷ്യം വച്ചത് ഹിരോഷിമ നഗരത്തിലെ ടീ ബ്രിഡ്ജ് ആയിരുന്നെങ്കിലും ബോംബ് പതിച്ചത് അവിടെ നിന്നും 800 അടി മാറിയാണ്. 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:15-നാണ് മനുഷ്യ മനസാക്ഷിയെ നടുക്കിക്കൊണ്ട് ആദ്യമായി മനുഷ്യന് നേരെ ആ അണുബോംബാക്രമണം നടന്നത്. ജപ്പാനെ പരാജയപ്പെടുത്താൻ അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗം. അതിശക്തമായ ചൂടിൽ ഹിരോഷിമ ഉരുകിയൊലിച്ചു. എങ്ങും ചുവന്ന അഗ്നിഗോളങ്ങളും പച്ചമാംസത്തിൻ്റെ രൂക്ഷഗന്ധവും മാത്രം. ആകാശം മുട്ടെ ഉയർന്നു പൊങ്ങിയ കൂറ്റൻ കൂൺമേഘങ്ങൾക്കിടയിൽ നിന്ന് നിസ്സഹായരായ മനുഷ്യരുടെ കൂട്ടനിലവിളികൾ. 13 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ജനവാസ മേഖലയെയാണ് 15,000 ടൺ TNTയുടെ ശക്തിയുള്ള ആ ബോംബ് കരിച്ചു കളഞ്ഞത്. യുദ്ധങ്ങളോടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ആർത്തിയുടെ ഫലമായി മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ചത് 100,000-ലേറെ മനുഷ്യജീവനുകളാണ്. പൊള്ളലേറ്റും മുറിവേറ്റും പകുതി ജീവനോടെ കഴിഞ്ഞവർ പിന്നീടുള്ള ദിവസങ്ങളിൽ പിടഞ്ഞു മരിച്ചു. അണുവികിരണത്തിൻ്റെ അനന്തരഫലമായി ജനിതക വൈകല്യങ്ങളിലേക്ക് ജനിച്ചു വീണത് 2,00,000-ഓളം പേർ. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭൂമിയിൽ ഇന്നുവരെ കാണാത്ത നാശത്തിൻ്റെ ഒരു പെരുമഴ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്നാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ പറഞ്ഞത്. എന്നാൽ കീഴടങ്ങാനായി ജാപ്പനീസ് ചക്രവർത്തി ചില വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചു. ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച അമേരിക്ക മറ്റൊരു ആക്രമണം കൂടി നടത്തി. ഇത്തവണത്തെ മനുഷ്യവേട്ടയ്ക്കായി തിരഞ്ഞെടുത്ത അണുബോംബ് ഫാറ്റ്മാൻ ആയിരുന്നു. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച് 3 ദിവസങ്ങൾക്കു ശേഷം ഓഗസ്റ്റ് 9-ന് രാവിലെ 11 മണിയോടെ നാഗസാക്കിയെയും തീഗോളം വിഴുങ്ങി. 40,000 പേർ തൽക്ഷണം മരിച്ചു വീണു. ഇത്തവണയും മരണസംഖ്യയ്ക്ക് കുറവൊന്നുമുണ്ടായില്ല. ഹിരോഷിമയിലെ അത്രയും ആളുകൾ തന്നെ നാഗസാക്കിയിലും ജീവൻ വെടിഞ്ഞു. ആണവായുധത്തിൻ്റെ അതിഭീകരത ലോകം കണ്ട 2 സന്ദർഭങ്ങൾ. അമേരിക്കയുടെ മഹാപാതകത്തിൻ്റെ ഫലമായി ഓഗസ്റ്റ് 15-ന് ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അവസാനമായി. എന്നാൽ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ജപ്പാൻ തങ്ങളുടെ തിരിച്ചുവരവിലൂടെ ലോകത്തിന് വലിയ പാഠമാണ് നൽകിയത്. വിധിയോട്
ധീരമായി പൊരുതി അവർ പൂർവാധികം കരുത്തോടെ മടങ്ങിവന്നു. അണുബോംബ് തകർത്തെറിഞ്ഞ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഇന്നത്തെ തിരിച്ചുവരവ് ലോകത്തിനു മുന്നിൽ അവരുടെ ആത്മവീര്യത്തിനുള്ള തെളിവാണ്.